ഖാന കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷറ ബീവിക്കും 14 വർഷം തടവ്. കഷ്ടകാലമാണ് ഇമ്രാന്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഇമ്രാൻഖാനെ 10 വർഷത്തേക്ക് വിലക്കി. ഇരുവരും 787 ദശലക്ഷം പാകിസ്ഥാൻ രൂപ വീതം പിഴയൊടുക്കണമെന്ന് കോടതി അറിയിച്ചു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇമ്രാൻഖാനെ പാകിസ്ഥാൻ കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നത്. രാജ്യരഹസ്യങ്ങൾ ചോർന്നുവെന്ന കേസിൽ ഇന്നലെ ഇമ്രാൻഖാനെ 10 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. 2018-22 കാലയളവിൽ പ്രധാനമന്ത്രിയായിരിക്കെ സ്വീകരിച്ച സമ്മാനങ്ങൾ അനധികൃതമായി പൊതുവിപണിയിൽ വിറ്റഴിച്ചതും കണക്കുകൾ ഒളിപ്പിച്ചുവെച്ചതുമാണ് തോഷഖാന കേസ്. ഇസ്ലാമാബാദിലെ അഴിമതി വിരുദ്ധ കോടതിയുടേതാണ് വിധി. ഇരു ശിക്ഷകളും ഒരുമിച്ച് അനുഭവിക്കണമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 2022 ഓഗസ്റ്റിൽ ഫയൽ ചെയ്ത കേസിൽ ഇമ്രാൻഖാനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യനാക്കിക്കൊണ്ട് ഒക്ടോബർ 31-ന് പാകിസ്ഥാൻ ഇലക്ഷൻ കമ്മീഷൻ വിധി പ്രസ്താവിച്ചിരുന്നു. 2018-ൽ പ്രധാനമന്ത്രിയാകുന്നതിന് ഏതാനും മാസങ്ങൾ മുൻപാണ് ഇമ്രാൻഖാനും ബുഷ്ര ബീവിയും വിവാഹിതരാകുന്നത്. പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയുള്ള വിധി ഇമ്രാൻഖാൻ ക്യാമ്പിന് വലിയ തിരിച്ചടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24.